എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. ഇന്നത്തെ വീഡിയോ പ്രധാനമായി ഹൈലൈറ്റ് ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടിയാണ്. കാരണം നാം ഇപ്പോൾ കണ്ടുവരുന്ന പലതും അവിശ്വസനീയമായ കാര്യങ്ങളാണ്. ഈ രീതിയിൽ തുടർന്നാൽ ഒരുപക്ഷെ നാളെ പേരൻസിന് അവരുടെ കുഞ്ഞുങ്ങളെ മൊത്തത്തിൽ നഷ്ടപ്പെടുന്നൊരു അവസ്ഥയിലേക്ക് മാറും. ഈ അവസ്ഥയിൽ ഉണ്ടാകാൻ ഉള്ള പ്രധാന കാരണം ശരിക്കും വീട്ടുകാർ തന്നെയാണ്. അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പ്രതിപാദിക്കുന്നത്. ആദ്യമായി അറിയേണ്ടത്, മുൻകാലങ്ങളിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം അറിയുന്ന കാര്യങ്ങൾ, ഈവൻ എങ്ങനെയാണ് ശാരീരിക ബന്ധങ്ങൾ, എന്താണ് ഇതൊക്കെ അറിയുന്നത് വിവാഹ ശേഷമാണ്. അപ്പോൾ ഏതാണ്ട് ഒരു 20, 22, 23 ഇങ്ങനെയുള്ള പ്രായമായിരിക്കും. മറിച്ച് ഇന്ന് കഷ്ടിച്ച് 12, 13, 14, 15 വയസ്സിൽ ഇന്ന് പെൺകുട്ടികൾ അറിയുന്ന കാര്യങ്ങൾ ഈവൻ കുറച്ചു മുൻപ് ഏതാണ്ട് ഒരു 50 വയസ്സ് പ്രായമുള്ള അമ്മമാർ അറിയാത്ത കാര്യങ്ങൾ വരെ ഈ കുട്ടികൾക്ക് നല്ല രീതിയിൽ അറിയാം. അവർ അങ്ങനെയുള്ള ഒരു തുറന്ന ജീവിതത്തിലാണ് കുട്ടികളിപ്പോൾ ജീവിക്കുന്നത്. അവർക്ക് എല്ലാവിധ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസിലൂടെ എന്താണ് ജീവിതം, എന്തൊക്കെയാണെന്ന് അവർക്ക് അറിയാൻ പറ്റും. ഈവൻ 13, 14 വയസ്സ് പ്രായമുള്ള കുട്ടികൾ ഈവൻ എങ്ങനെയാണ് ശാരീരിക ബന്ധം വരെ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാം നിഷ്പ്രയാസം. ഇനി അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകളെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യണം, അതിന് ഏത് ടൈപ്പ് മെഡിസിൻ കഴിക്കണം, അതും അവർക്കറിയാം. ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും അബൌട്ട് 99% കുട്ടികളും അവർക്കൊരു സുഹൃത്തൊപ്പം ഉണ്ടായിരിക്കും. കേവലം ജീവിതത്തെക്കുറിച്ചും നാളെക്കുറിച്ചും ഒന്നും അറിയാൻ സാധിക്കാത്ത ആ സമയത്തിന് മുൻപ് തന്നെ പെൺകുട്ടികൾക്ക് ആൺ സുഹൃത്ത് കാണും, ആൺകുട്ടികൾക്ക് പെൺ സുഹൃത്തുക്കളും കാണും. കാലം അങ്ങനെ മാറിപ്പോയി. അങ്ങനെ ഒരു കെട്ട കാലത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ ഇവരൊന്നും നമ്മുടെ അടുക്കലുണ്ടാവില്ല. സോ ഇതിനെ അനായാസം പ്രിവെൻറ്റ് ചെയ്യാൻ ആകെ ഉള്ള ഒരു പോംവഴി അമ്മമാർ തന്നെയാണ്. അവരിൽ കൂടിയേ ഇതിനൊരു അവസാനം കണ്ടെത്താൻ സാധിക്കും. ഇതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, കുട്ടികൾ ഒരു 12 അല്ലെങ്കിൽ 13, 14 വയസ്സാകുമ്പോൾ അവരറിയുന്ന കാര്യങ്ങൾ അഡ്വാൻസായിട്ട് അമ്മമാർ അറിയണം. അമ്മമാരാണ് അവർ പുറത്തു നിന്ന് മൊബൈൽ മൂലമോ സുഹൃത്തുക്കൾ മൂലമോ അറിയുന്ന കാര്യങ്ങൾ അമ്മമാരിൽ നിന്നും ആ കുട്ടികൾ അറിയണം. തീർച്ചയായിട്ടും അതിൽ ഞാൻ എങ്ങനെ എൻ്റെ മോളോട് ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ തുറന്നു പറയും, അത് ആ ഒരു ധാരണ നിങ്ങൾ മാറ്റിയെടുക്കണം. കുട്ടികളോട് പറയണം, നിങ്ങൾക്ക് 12 വയസ്സോ 13 വയസ്സോ ആകുമ്പോൾ നിങ്ങൾക്ക് പല ആൾക്കാരും നിങ്ങളുടെ ഒപ്പം പഠിക്കുന്ന ആൺകുട്ടികൾ സുഹൃത്തുക്കളായി വരും. അവർ വളരെ ഫ്രണ്ട്സായിട്ട് മാറും. അവരുടെ പ്രായവും നിങ്ങളുടെ പ്രായവും ഏതാണ്ട് ഈക്വലായിരിക്കും. ശരിയും തെറ്റും അറിയുന്ന സമയമായിരിക്കില്ല. ആ ഒരു സമയത്ത് പരസ്പരം എന്തെങ്കിലും ഒരു ബന്ധമുണ്ടായാൽ അത് മാറ്റാൻ കുറച്ചധികം ബന്ധപ്പെടും, മാറ്റാൻ സാധിക്കില്ല. അങ്ങനെ മാറ്റാൻ വയ്യാത്തൊരു സാഹചര്യത്തിലാണ് കൊലക്കത്തിയുമായി ഇങ്ങനെയുള്ള പയ്യന്മാർ വീട്ടിൽ കയറി വന്ന് കാണുന്നവരെ കുത്തിക്കൊല്ലുന്ന സാഹചര്യം. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ. ഇത് ലാസ്റ്റ് ഉദാഹരണം നമ്മുടെ കൊല്ലത്ത് തന്നെ.
സോ ഇതിൻ്റെ എല്ലാ പ്രധാന കാരണക്കാർ പേരൻസ് തന്നെയാണ്. അവർ തന്നെയാണ് ഇതെല്ലാം സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് അമ്മമാരൊന്ന് സൂക്ഷിക്കുക. നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ, അവർ പുറത്തു നിന്ന് അറിയേണ്ട കാര്യം നിങ്ങളുടെ അഡ്വാൻസായി അവരെ അറിയിക്കുക. അവരോട് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ആ കുട്ടികളും നിങ്ങൾ പറയുന്നതിന് ആ കുട്ടികളുടെ സുഹൃത്തുക്കളോടും പറയാനുള്ള സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം കുട്ടികൾക്ക് കിട്ടുന്ന സമയം 23-24 വയസ്സ് വരെ അവരുടെ പഠിത്തവും അവരുടെ ജോലിയുമൊക്കെയാണ്. ഒരു കുട്ടിയോട് തള്ള പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് നിനക്ക് സ്നേഹിക്കാം, ഒരു ബുദ്ധിമുട്ടില്ല, നിനക്ക് ഇഷ്ടപ്പെടുന്നവരുമായി വിവാഹം നടത്താം, ഒരു കുഴപ്പമില്ല. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ചെയ്തു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനം നിങ്ങളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു ജോലി. ഇതെടുക്കുമ്പോൾ ഏതാണ്ട് നിങ്ങൾ 22-23 വയസ്സാകുമ്പോൾ ഈ 23 വയസ്സ് വരെ ഇവർക്ക് പഠിത്തത്തിൽ കിട്ടുന്നതിൽ കൂടുതൽ അനുഭവങ്ങൾ പുറത്തുനിന്നും പലതിനും ഇവർക്ക് അറിയാൻ പറ്റുന്നു. ഇവർ ആരെയും സ്നേഹിക്കാം, ആരോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. എന്നാൽ എപ്പോഴും ഏത് സ്നേഹത്തിനും ഒരു അതിർവരമ്പുകളുണ്ട്. ആ അതിർവരമ്പുകൾ കാത്തു സൂക്ഷിച്ചെങ്കിൽ മാത്രമേ ലൈഫ് സക്സസ് ആകാൻ പറ്റൂ എന്ന് അമ്മമാർ സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഒരിക്കലും മക്കൾ ഒന്നും അമ്മമാരോട് പേരൻസിനോട് ഒളിച്ചു വയ്ക്കാൻ പാടില്ല. അവരുടെ ഡേ ടു ഡേയിൽ അവരെന്താണ് അവർക്ക് അനുഭവപ്പെടുന്നത് അത് അമ്മമാരോട് പങ്കുവയ്ക്കാം. അമ്മമാർ അതിന് പ്രതിവിധി പറഞ്ഞു കൊടുക്കാം. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു പെൺകുട്ടികളും ബുദ്ധിമുട്ടിലോ ഒന്നിലും പെടില്ല. അവരുടെ ജീവിതം സുരക്ഷിതമായിരിക്കും. ഇനി ഇതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പേരൻസാണ്. എപ്പോഴും കുട്ടികൾ മോശമായി പോകുന്നത് വീട്ടിൻ്റെ സാഹചര്യങ്ങൾ കൂടിയാണ്. ഒരിക്കലും പേരൻസ് മക്കളുടെ മുന്നിൽ വെച്ച് ഒരിക്കലും പരസ്പരം വഴക്കിടരുത്, പോരടിക്കരുത്. അത് അവരെ ഡീമോറലൈസ് ചെയ്യും. അവർക്ക് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് അവർക്ക് കിട്ടേണ്ട ഒരു ഫ്രണ്ട്ഷിപ്പ്, അച്ഛനും അമ്മയിൽ നിന്ന് കിട്ടേണ്ട ആ ഒരു അറ്റാച്ച്മെൻറ്റ് അവർക്ക് കിട്ടാതെ വരുമ്പോൾ അങ്ങനെയുള്ളൊരു സ്നേഹത്തിന് വേണ്ടി അവർ പുറത്ത് അന്വേഷിക്കും. അങ്ങനെ അവർക്ക് കിട്ടുന്ന ഏത് സൗഹൃദവും അതിൻ്റെ തെറ്റും ശരിയും മനസ്സിലാക്കാതെ അവർ ആ ബന്ധം തുടർന്നുകൊണ്ടേയിരിക്കും. ആ ഒരു സാഹചര്യത്തിന് ആദ്യം വിത്ത് പാകുന്നത് പേരൻസാണ്. എങ്ങനെ? അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഇൻറ്റേർണൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കണം, പരസ്പരം അത് പരിഹരിച്ചിരിക്കണം. ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വച്ച് ഒരിക്കലും നിങ്ങൾ പിണക്കം നടിക്കുകയോ പിണങ്ങുകയോ ചെയ്യാൻ പാടുള്ളതല്ല. അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന ഏറ്റവും വലിയ നല്ല കാര്യമായിരിക്കും സമാധാനവും സന്തോഷമായിട്ട് നിങ്ങൾ അച്ഛനും അമ്മയും കഴിയുന്നത്. ആ ഒരു അറ്റ്മോസ്ഫിയറിലാണ് പിള്ളേർ വളർന്നു വരേണ്ടത്. അങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾ അവരുടെ എല്ലാ കാര്യങ്ങളും അമ്മമാരോടോ പേരൻസിനോടോ പറയും. തീർച്ചയായിട്ടും അങ്ങനെ പറയുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ, കുടുംബത്തിൽ സമാധാനം കാണും, നല്ല സന്തോഷം കാണും. കുട്ടികൾ എപ്പോഴും പേരൻസിനോടൊപ്പം ചേർന്ന് നിൽക്കും. എങ്കിൽ തന്നെയും എൻ്റെ കുട്ടികൾ നല്ലതാണ്, സൂപ്പറാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടാകരുത്. എപ്പോഴും കുട്ടികൾ നിങ്ങൾ ശ്രദ്ധിക്കണം. അവരെത്ര അനുസരണശീലമുള്ളവരാണെങ്കിലും അവരുടെ എല്ലാ ഭാഗവും നിങ്ങൾ ശ്രദ്ധിച്ചേ പറ്റൂ. അവർ സ്കൂളിൽ പോകുമ്പോൾ അവരുടെ ഡ്രസ്സിങ് രീതികൾ, അവരുടെ ഒടികൾ, അവരുടെ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യാനുള്ള അവരുടെ ഇൻട്രസ്റ്റ്, ഇതെല്ലാം അമ്മമാർ കണ്ടെത്തണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അമ്മമാരിൽ കൂടി തന്നെ സാധീകരിച്ചു കൊടുക്കണം. അവർക്ക് അമ്മമാരെ അറിയാത്ത ഒരു കാര്യവും അവിടെ ഉണ്ടാകാൻ പാടില്ല. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതില്ലെങ്കിൽ നമ്മളെപ്പോഴും ഓരോ വീട്ടിൽ ഏതെങ്കിലും ഒരാൾ ഒരു കൊലക്കത്തിയുമായി പ്രത്യക്ഷപ്പെടാം.
അതിനുള്ള സാഹചര്യം ഉണ്ടാകാതിരിക്കുക. ഇനി പെൺകുട്ടികളോട് പറയേണ്ടത്, ആരെങ്കിലും അവരെ ഒരു ഫ്രണ്ട്ഷിപ്പോ എനിക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള ഇത് വരുമ്പോൾ വന്നോട്ടെ, നോ പ്രോബ്ലം. സന്തോഷമായി തന്നെ ചിരിച്ചുകൊണ്ട് അവരുമായിട്ട് ഇടപെടണം. നോ, ഐ ഡോണ്ട് വാണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല, അങ്ങനെ ഒന്നും പറയേണ്ട കാര്യമില്ല. മറിച്ച് ആ വരുന്ന ആൺകുട്ടിയോ പെൺകുട്ടികൾ ആരായിരുന്നാലും അവർക്ക് സ്വയമേ പറയാം, നമുക്ക് സ്നേഹിക്കാം, നമുക്ക് ഇഷ്ടപ്പെടാം. നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ പഠിത്തമല്ലേ, നമ്മുടെ ഈ വിദ്യാഭ്യാസമെല്ലാം കഴിഞ്ഞ് നമുക്കൊരു ജോലിയാകുമ്പോൾ നമുക്ക് നമ്മുടേതായ ഇഷ്ടങ്ങൾ സാധീകരിക്കാൻ സാധിക്കും. ഒരു പക്ഷേ പേരൻസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്ക് നമ്മുടെ ഇഷ്ടം നടപ്പിലാക്കാം. അന്ന് നമ്മൾ സെൽഫ് സഫിഷ്യൻ്റ് ആയിരിക്കും, നമ്മുടെ സ്വന്തം കാലിൽ നിന്നിരിക്കും, നമ്മുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കും, നമുക്കൊരു ജോലി ഉണ്ടാകും. അങ്ങനെ പരസ്പരം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഇനി പല കുട്ടികളും സാഹചര്യങ്ങൾക്ക് അനുസരണമായി ആയിരിക്കും മറ്റുള്ളവർ ഇടപെടുക. ഒരുപക്ഷെ വീട്ടിൽ നിന്നും കിട്ടാത്ത സ്നേഹം കൂടെ പഠിക്കുന്ന കുട്ടികളിൽ നിന്നും കിട്ടിയേക്കും. അവർക്ക് അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്യും. ഇതൊക്കെ സർവ്വസാധാരണമാണ്. ഒരുപക്ഷെ പെൺകുട്ടി അറിയുന്ന ഒരു പയ്യൻ, അവന് ഒരുപാട് ബുദ്ധിമുട്ടാണ്, അവന് സാമ്പത്തിക ക്ലേശമുള്ളതാണ്, അവൻ്റെ വീട്ടിൽ ബുദ്ധിമുട്ടാണെങ്കിൽ അച്ഛനും അമ്മയും എപ്പോഴും വഴക്കാൻ, ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈമാറാറുണ്ട് രഹസ്യങ്ങൾ, കാര്യങ്ങൾ പറയും. പക്ഷെ അതെല്ലാം പേരൻസിനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെങ്ങനെ ടാക്കിൾ ചെയ്യാൻ പറ്റുമെന്ന് അറിയണം. ഒരിക്കലും നമ്മൾ ആരോടും ഒരു വിരോധ ഭാവം ആരിലും കാണിക്കരുത്. പെട്ടെന്ന് അവരുടെ സ്വഭാവം മാറി നിന്ന് വരാം. ഞാൻ പറഞ്ഞതുപോലെ പെൺകുട്ടികളായിരുന്നാലും ആൺകുട്ടികളായിരുന്നാലും അവർ നമ്മക്കാരും ബുദ്ധിശാലികളാണ് ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ. കാരണം നമ്മളിൽ നിന്നും അറിയേണ്ട കാര്യങ്ങൾ അവർ കൂടുതലും അറിയുന്നത് പുറത്തു നിന്നുമാണ്. അതിൻ്റെ ശനിയും തെറ്റും അവർ ചിന്തിക്കില്ല, അറിയുന്നതിന് അങ്ങനെ പ്രായോഗികമാക്കാൻ ശ്രമിക്കും. സോ ഒരു കുടുംബത്തിൽ ഏറ്റവും വലിയ പ്രധാന പങ്ക് വഹിക്കുന്നത് അമ്മമാരാണ്. അമ്മമാർ പെൺകുട്ടികളെ നല്ല രീതിയിൽ താലോലിച്ച് അവരോടൊപ്പം നിർത്തി അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ഒപ്പം നമ്മുടെ സാമ്പത്തിക സ്ത്രീകളെക്കുറിച്ചും മക്കളോടും മനസ്സിലാക്കി കൊടുക്കണം. ഇനി നമുക്ക് എത്ര സാമ്പത്തിക ശക്തി ഉണ്ടെങ്കിൽ തന്നെയും ഒരിക്കലും ആ സാമ്പത്തികത്തിൻ്റെ ഹുങ്ക് മക്കളിൽ ഉണ്ടാകരുത്. അത് ഉണ്ടാകാതിരിക്കണമെങ്കിൽ സിംപ്ലിസിറ്റിയുള്ള ലൈഫ് സ്റ്റൈൽ അവരെ നമ്മൾ പഠിപ്പിച്ചിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് കാണേണ്ടത്. ഇന്ന് നമ്മൾ ഓരോ പത്രവാർത്തകളിലും കാണുന്ന വളരെ ശോചനീയമായ ന്യൂസുകൾ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അത്യാഹിതം ഉണ്ടാകാൻ പാടില്ല. ഒരിക്കലും കുട്ടികൾ പക്വതയാകുന്നതിന് മുമ്പ്, പ്രായമാകുന്നതിന് മുമ്പ് ഞാൻ ഇന്നാളെ സ്നേഹിക്കുന്നു, അവരെ സ്നേഹിക്കുന്ന അവരെ പെട്ടെന്ന് വേണ്ട, യു കാൺ ഡു ഇറ്റ് എന്ന് അങ്ങനെ അവരെ തീർത്ത് പറയരുത്. കാര്യം ഈ കുട്ടികൾ വേണമെങ്കിൽ വല്ലതും കടുത്ത കൈയൊക്കെ ചെയ്യും. അതിനെ സൗമ്യമായി സമാധാനമായി പറഞ്ഞ് മനസ്സിലാക്കുക. അതിനു വേണ്ടി ആ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾ ഒരിക്കലും സ്നേഹിച്ചതിന് ശേഷമല്ല പറയേണ്ടത്. അതിനു മുമ്പ് തന്നെ കുട്ടികളെ, മക്കളെ, നിങ്ങൾ സ്നേഹിച്ചാൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടാണ്, അത് വേണ്ട, നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളുടെ ഒരു സമയമുണ്ട്, നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങൾ ആദ്യം നോക്കുക, അത് കംപ്ലീറ്റ് കഴിഞ്ഞ് നിങ്ങളൊരു ജോലി സമ്പാദിക്കുക, അത് കഴിഞ്ഞ് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു തീരുമാനമെടുക്കാനുള്ള ഒരു ബുദ്ധി, ഒരു പക്വത നിങ്ങളുണ്ടാകും. അതുവരെ കാത്തിരിക്കുക. അതുവരെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ പഠിത്തവും നിങ്ങളുടെ ജോലിക്കാര്യവും ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവർക്ക് പ്രായമായതിനു ശേഷമല്ല, അതിനു മുമ്പ് തന്നെ. എങ്ങനെ 1ാം ക്ലാസ് LKG UKG പിള്ളേരെ നമ്മൾ പഠിപ്പിക്കാൻ വിടുന്നു, അതുപോലെ അവരുടെ LKG UKG ഇങ്ങനെയുള്ള ഈ ബന്ധങ്ങളും സ്നേഹത്തെക്കുറിച്ചും ശാരീരിക ബന്ധങ്ങളെ കുറിച്ച് ഇൻ അഡ്വാൻസായി തന്നെ തള്ളന്മാർ മക്കളെ പറഞ്ഞ് ബോധവൽക്കരിച്ചിരിക്കണം. ബോധവൽക്കരിച്ച് മാത്രമേ ഈ കുട്ടികൾ സമൂഹത്തിൽ അവർക്ക് ജീവിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ അവരുടെ ജീവിതം ആകെ തകർന്നു പോകും. ഒരു കുഴിയിൽ വീണാൽ പിന്നെ അവിടെ കിടന്ന് ഇവർക്ക് മുകളിലോട്ട് വരണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പ്രധാനമായും ചെയ്യുന്നത് അമ്മമാർക്ക് വേണ്ടിയാണ്. ദയവ് ചെയ്ത് അമ്മമാർ, നിങ്ങളുടെ സുഹൃത്തുക്കളെല്ലാം ഈ വീഡിയോ ഒന്ന് പാസ് ഓൺ ചെയ്യുക. 15 വയസ്സ് കഴിയുമ്പോൾ ഈ ലോകത്തെന്തും എങ്ങനെ
ഈ ലോകത്തോട് നമുക്ക് പടവെട്ടി ജയിക്കാം. ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ നമുക്ക് നല്ലൊരു ഭാവി കരസ്ഥമാക്കാം, ഈ ലോകത്തിൽ നിന്ന് എങ്ങനെ സന്തോഷമായി നമുക്ക് ജീവിക്കാം, നമ്മുടെ പേരൻസിനോടൊപ്പം നമ്മുടെ കുടുംബത്തിനോടൊപ്പം എല്ലാവരോടൊപ്പം ജീവിക്കാനുള്ള ട്രെയിനിങ് 15 വയസ്സിന് മുമ്പേ കുട്ടികൾക്ക് ഏത് മാതാപിതാക്കൾ കൊടുക്കുന്നോ അവരായിരിക്കും സക്സസ്ഫുൾ ഫാമിലി ആയിട്ട് മാറുക. അവരായിരിക്കും സമൂഹത്തിന് മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കുക. അല്ലാതെ കോളേജ് ചേർന്ന് പ്രായമായി 18 വയസ്സ് മോളെ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവൻ ഈ കുട്ടികൾ ഏതെങ്കിലും പയ്യന്മാരെ സ്നേഹിച്ചത് എൻ്റെ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട്, ആ ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ടിൻ്റെ കഥകൾ ആ കുട്ടികൾ പറയാൻ അപക്വത ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എന്താണ് ഗേൾ ഫ്രണ്ട്, എന്താണ് ബോയ് ഫ്രണ്ട്, എന്താണ് ജീവിതം, എന്താണ് എപ്പോഴാണ് ഏതാണ് ചെയ്യേണ്ടതെന്ന് മാതാപിതാക്കളിൽ നിന്ന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ മാതാപിതാക്കളായിരിക്കും അവരുടെ മോഡൽ. അവരുടെ മാതാപിതാക്കൾ തന്നെ ആയിരിക്കും. സോ മാതാപിതാക്കളുടെ കുഞ്ഞുങ്ങളുടെ ഫ്രണ്ടിൽ മാതാപിതാക്കൾ എപ്പോഴും ഒരു മോഡലായി മാറുക, മോഡലായി തന്നെ ജീവിക്കണം. ഇതേ അമ്മമാർക്കുള്ളൊരു സന്ദേശമാണ്. കാണാം വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ. താങ്ക് യു.